ഹലോ ഗായ്സ്, എല്ലാവർക്കും ബാന ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിലെ കമ്മ്യൂണിറ്റി ഫീച്ചറിനെ കുറിച്ചാണ്. എന്താണ് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫീച്ചർ? വാട്സപ്പിലെ റിലേറ്റഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സിനെ നമുക്കൊരു സിംഗിൾ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ കൺസിഡർ ചെയ്യുന്ന ഗ്രൂപ്പ്സിന് പറയുന്ന പേരാണ് കമ്മ്യൂണിറ്റി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു 3 ഗ്രൂപ്പിന് അഡ്മിനാണ്. സോ എനിക്ക് ഈ ഒരു 3 ഗ്രൂപ്പിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ അപ്പോൾ വാട്സപ്പിൽ നിങ്ങൾക്കിപ്പം ഇടതുവശത്ത് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി കാണാൻ വേണ്ടി കഴിയും. സോ അപ്പോൾ ഞാൻ ആ കമ്മ്യൂണിറ്റി ടാബിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ അപ്പം നിങ്ങൾക്ക് അവിടെ ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. അത് വന്നുകൊണ്ട് നമുക്കൊരു പുതിയ നിങ്ങൾ അഡ്മിൻ ആയിരിക്കുന്ന ഗ്രൂപ്പുകൾക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ അപ്പോൾ ഞാനിവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അതിനകത്തിപ്പം ഒരു മൂന്നോളം ഗ്രൂപ്പുകൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ന്യൂ എന്ന് പറഞ്ഞ ഈ ഒരു കാണുന്ന ഈ ഗ്രൂപ്പ് ഇത് എൻ്റെ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പാണ്. സോ അപ്പോൾ എനിക്ക് ഈ ബൈനറി ടിപ്സ് എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ്സിലേക്ക് എനിക്ക് എന്തെങ്കിലും മെസ്സേജുകൾ കോമൺ ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ന്യൂ എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ഇപ്പം ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത. സോ ഇപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഗ്രൂപ്പുകളാണ് ഈ താഴെ കാണുന്ന ഈ 3 സോ ആദ്യത്തെ ഈ ഒരു ഗ്രൂപ്പ്, ഈ ന്യൂ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പാണ്. സോ അപ്പം ഈ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് ചേരുന്ന മെസ്സേജുകൾ യൂസറിന് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. സോ ഒരു അനൗൺസ്മെൻ്റ് ആയിട്ട് വരുന്ന മെസ്സേജ് ഒരു പ്രൈവറ്റ് മെസ്സേജ് പോലെ ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ അപ്പം ആണെന്നാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് അയച്ച മെസ്സേജ് ഒരു യൂസർക്ക് ലഭിക്കുന്നത്, അതായത് ആ ഗ്രൂപ്പിലെ മെമ്പർക്ക് ലഭിക്കുന്ന ഒരു ഫോർമാറ്റാണ് ഇത്. ഇങ്ങനെ ആയിരിക്കും ലഭിക്കുക. സോ അപ്പം നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അഡ്മിനുള്ള ഗ്രൂപ്പായിട്ട് മാത്രം കാണാൻ വേണ്ടി കിട്ടും. സോ അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പ് 2 പേര് മാത്രമുള്ളൂ, അതായത് അഡ്മിനും അതുപോലെ തന്നെ ആ ഒരു ഗ്രൂപ്പ് മെമ്പർ മാത്രമായിട്ടൊരു ഗ്രൂപ്പായിട്ടായിരിക്കും നമുക്ക് കാണിക്കാം. സോ ഇതാണ് വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ബേസ്.